ഹായ്, ഞാൻ ഈ അടുത്ത കാലത്താണ് ഒരു കിടിലം പടം പരിചയപ്പെടുത്തി തരാം. 2025 ഈ പടം റിലീസ് ആവുന്നത്. ഡാനിയൽ റോയർ ആണ് ഇത് ഡയറക്ട് ചെയ്തത്. വളരെ രസകരമായിട്ടൊരു പടമാണ്. 1 മണിക്കൂർ 45 മിനിറ്റ് ആണ് ഈ പടത്തിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഒരു ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു പടം കേട്ടോ. ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും കാണുന്ന പോലെ വെടി പുക അമ്മാതിരി പരിപാടിയൊന്നുമല്ല. പക്ഷെ ഇതൊക്കെ ഉണ്ട്. എന്നാലും ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന മ്യൂസിക് ബേസ് ചെയ്തിട്ടുള്ള, മ്യൂസിക്കിൽ തന്നെ പ്രത്യേകിച്ചും ഈ പിയാനോ ഒക്കെ ബേസ് ചെയ്ത് വരുന്ന ഒരു പടമാണ്. ഈ പടത്തിലെ നായകൻ നിക്കിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇയാളൊരു ട്യൂണറാണ്. ട്യൂണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവില്ല, വയലിൻ, പിയാനോ, അതുപോലെ മെയിൻലി പിയാനോയെ ട്യൂൺ ചെയ്യുക, സർവീസ് ചെയ്യലാണ് ഇയാളുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഇയാളുടെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഹാരി. ഈ ഹാരിയുടെ ശിഷ്യനായിട്ടാണ് നിക്കി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവരിങ്ങനെ അവരുടെ ടൗണിലുള്ള അല്ലെങ്കിൽ അവർ സിറ്റിയിലുള്ള വീടുകളിലൊക്കെ പോയിട്ട് പിയാനോ സർവീസ് ചെയ്യുക, വലിയ എന്താണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ടാണ് ഇവർ സാധാരണയായിട്ട് ഇത് ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ സ്ട്രിങ് എല്ലാം ടൈറ്റ് ചെയ്ത് സർവീസ് ചെയ്ത് അതിന്റെ കീ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അതൊക്കെ റീപ്ലേസ് ചെയ്ത്, അതുപോലെ തന്നെ മ്യൂസിക് സ്കൂളിലെല്ലാം പോയിട്ട് ഈ ജോലി ചെയ്താണ് ഇവർ ജീവിക്കുന്നത്. വലിയ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്തൊരു ടീമാണ്, അത്യാവശ്യം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ കോടീശ്വരന്റെ വീട്ടില് ഇവർ ഈ പിയാനോ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീടിന്റെ ഒരു 3ാമത്തെ നിലയിലോ മറ്റോ ഭയങ്കരമായിട്ടൊരു ഒച്ച കേൾക്കും. ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് ഇയാൾക്ക് വളരെ കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇയാൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ നമ്മുടെ നിക്കിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാല് ഇയാൾക്ക് കേൾവിക്ക് ചെറിയൊരു തകരാറുണ്ട്. ഹൈപ്പർ അക്യൂസിസ് എന്ന് പറയുന്ന അവസ്ഥയാണ്. എക്സാക്ട്ലി പറഞ്ഞാല് നമ്മുടെ വിക്രം സിനിമയില് കമലഹാസന്റെ കൂടെ ചെറിയൊരു കുട്ടി ഉണ്ടാവുമല്ലോ, ആ കുട്ടിയുടെ ചെവിയിൽ ഇങ്ങനെ ഒരു ഹെഡ്സെറ്റ് പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടാവില്ലേ, അതായത് വലിയ ചെറിയൊരു സൗണ്ട് പോലും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ഇവർക്ക് ഫീൽ ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാക്കും. അപ്പൊ ഒരു ഈ ഹെഡ്സെറ്റ് പോലെ വലിയ ശബ്ദങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു പ്രത്യേകതരം ഒരു ഹിയറിംഗ് എയ്ഡ് ഒക്കെ വെച്ചിട്ടാണ് ഇയാൾ നടക്കുന്നത്. വളരെ കാമായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇത് പരിശോധിച്ചു കഴിഞ്ഞാല് ഈ പിയാനോയുടെ സ്ട്രിങ്ങിന്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഇയാൾ താഴത്തെ ഫ്ലോറിൽ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് മുകളിൽ എന്തോ വലിയ ഒച്ചപ്പാടൊക്കെ കേൾക്കും. അപ്പൊ ഇയാൾ മേലെ പോയി നോക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ആൾക്കാർ എന്തൊക്കെയോ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, ലോക്കറെല്ലാം തല്ലിപ്പൊട്ടിക്കുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാൾ ലോക്കർ തല്ലിപ്പൊട്ടിക്കുന്ന ആള് യൂറി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഇയാള് ഇസ്രായേലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് അഭയാർത്ഥിയായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അയാൾ അവിടെ എന്തൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇയാളുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോടീശ്വരന്മാരുടെ വീട്ടില് ഈ CCTV സെക്യൂരിറ്റി പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ് ഇയാളുടെ പണി. പണി എന്ന് പറയുമ്പോഴത്തേക്ക് സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇതുപോലെ ചില വീട്ടിലൊക്കെ ഇയാൾ കയറും. പക്ഷെ അവിടുന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മോഷണങ്ങളൊക്കെ നടത്തി തന്ത്രപരമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഇയാൾ പറയുന്നൊരു കാരണം എന്ന് വെച്ചാല് വലിയ സമ്പന്നന്മാരായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ നിന്ന് ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമായിട്ട് അത് മൈൻഡ് ആക്കാനൊന്നും പോകുന്നില്ല എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോ ഈ യൂറി ചോദിക്കും, എന്താ എനിക്ക് വേണ്ടി ചോദിക്കും. അപ്പൊ ഞാൻ താഴെ പിയാനോ നന്നാക്കാൻ വേണ്ടി വന്നതാണ്, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇത് ശരിയാക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയും. അപ്പൊ അയാൾ പറയും, ഞങ്ങൾക്ക് ഈ ലോക്കർ ഒന്ന് ഓപ്പൺ ചെയ്യണം, നിന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒച്ചയൊന്നും ഉണ്ടാക്കില്ല, നിനക്ക് ഈ ലോക്കർ ഓപ്പൺ ചെയ്തിട്ട് താഴെ പോയിട്ട് നിന്റെ പിയാനോ ശരിയാക്കാന്ന് പറയും. അപ്പൊ നമ്മുടെ നിക്കി എന്ത് ചെയ്യും, വളരെ വിദഗ്ധമായിട്ട് ആ ലോക്കർ ഓപ്പൺ ചെയ്ത് കൊടുക്കും, തുറന്നു കൊടുക്കും. ഇയാൾക്ക് ചില ശബ്ദങ്ങൾ, വളരെ ചെറിയ ശബ്ദങ്ങളൊക്കെ കൃത്യമായിട്ട് ഇയാൾക്ക് അറിയാൻ വേണ്ടി പറ്റും. കാരണം വളരെ വിദഗ്ധമായിട്ട് ഇയാൾ ഈ ലോക്കർ തുറന്നു കൊടുക്കും. അപ്പൊ യൂറിക്ക് ഭയങ്കര ഒരു ഇംപ്രസ്ഡ് ആവും ഇയാളുടെ വർക്കില്. അങ്ങനെ യൂറി പറയും, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ വിടും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ നിക്കി ഒരു മ്യൂസിക് സ്കൂളിൽ ഇങ്ങനെ പിയാനോ കാര്യങ്ങളൊക്കെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് റൂത്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ പരിചയപ്പെടും. അപ്പൊ റൂത്തിയാണ് ഈ പടത്തിലെ നായിക. പിൽക്കാലത്ത് അവർ തമ്മിൽ ഭയങ്കര പ്രണയവും കാര്യങ്ങളൊക്കെയാവും. വളരെ രസകരമായിട്ടൊരു പ്രണയമാണത്. നിക്കി എന്ന് വെച്ചാൽ വളരെ ലോൺലി ആയിട്ടൊരു ആളാണ്. ഇയാൾ ഒരു സമയത്ത് നല്ല കഴിവുള്ള ഒരു പിയാനിസ്റ്റ് ആയിരുന്നു, പിയാനോ പ്ലെയർ ആയിരുന്നു. പക്ഷെ ഇയാളുടെ ചെവിക്ക് ഇതുപോലത്തെ ഒരു കുഴപ്പം വന്നതിന് ശേഷം അയാൾക്ക് അങ്ങനെ വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അയാളുടേതായിട്ടുള്ള വളരെ വിരസമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന, അത് ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ബോറിംഗ് ആണ് ഇയാളുടെ ജീവിതം എന്ന്. സിനിമ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ, പക്ഷെ ഇത് കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ബോറടിയൊന്നും തോന്നില്ല. അത്രയും രസകരമായിട്ടാണ് ഈ പടം നമ്മുടെ ഡയറക്ടർ ഡാനിയൽ സംവിധാനം ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പ്രണയത്തിലാകും. അങ്ങനെ ഒരു ദിവസം ഈ റൂത്തിക്ക് നമ്മുടെ നിക്കി എന്ത് ചെയ്യും, ഒരു വാച്ച് സമ്മാനമായിട്ട് കൊടുക്കും. ഓക്കെ, ഈ വാച്ചിന്റെ കാര്യം അവിടെ തന്നെ വെച്ചോ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹാരി ഇല്ലേ, അതായത് നമ്മുടെ ആശാൻ, നിക്കിയുടെ ആശാൻ ഹോസ്പിറ്റലൈസ്ഡ് ആകും. ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് ഇയാൾക്ക് ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തോ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല പൈസ ആവശ്യം വരും. ഈ പൈസ ആവശ്യം വരുന്ന സമയത്ത് നിക്കി യൂറിയുടെ ഓഫർ ഓർക്കും. അങ്ങനെ യൂറിയുടെ കൂടെ പോയിട്ട് പല വീടുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ലോക്കറൊക്കെ തുറന്ന് മോഷ്ടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇയാൾ നേരിട്ടൊരു ആക്ടിവിറ്റിയിലും പോകുന്നില്ലെങ്കിൽ പോലും ഈ ലോക്കർ തുറക്കുന്ന മെയിൻ ജോലി ചെയ്യുന്നത് നമ്മുടെ നിക്കിയാണ്.
അങ്ങനെ ഒരു ദിവസം ഒരു കൊറിയക്കാരന്റെ വീട്ടില് ഈ ലോക്കർ തുറക്കാൻ വേണ്ടി പോയിട്ട് ലോക്കർ തുറക്കുന്ന സമയത്ത് ആ ലോക്കറിനകത്ത് നിന്ന് ചെറിയൊരു പുസ്തകം, ഒരു പേഴ്സ് പോലത്തെ ഒരു സാധനം കിട്ടും. അതിനകത്ത് കുറെ കോഡ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഈ കോഡ് എന്ന് വെച്ചാല് നമ്മുടെ ക്രിപ്റ്റോ കറൻസി ഇല്ലേ, ക്രിപ്റ്റോ കറൻസി ആക്റ്റീവ് ആക്കാനുള്ള കോഡായിരിക്കും അത്. ഈ കോഡ് എന്താണ് കൃത്യമായിട്ട് ലോക്കറിനകത്ത് നിന്ന് എടുത്തിട്ട് ഈ കൊറിയക്കാർക്ക്, ഈ കള്ളന്മാർക്ക് കൊടുത്തതിന് ശേഷം യൂറിയും ഉണ്ട് അവിടെ, യൂറിയുടെ സഹായം അന്വേഷിച്ചിരുന്ന കൊറിയക്കാരാണ്. അപ്പൊ ഇവരുടെ കൈ കൊടുത്തിട്ട് ഇയാൾ മെല്ലെ ബാക്കിലോട്ട്, അതായത് ഡോറിന്റെ ഭാഗത്തേക്ക് നടന്നു വരുന്ന സമയത്ത് ഒരു മാമൻ കയ്യിലൊരു തോക്കും കൊണ്ട് ഇവരുടെ വീടിനകത്ത് കയറും. ബാക്കിയുള്ള ഭാഗം നിങ്ങൾ എവിടുന്നെങ്കിലൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇരുന്ന് കണ്ടോ. ഒരു കിഡിലം പടം കേട്ടോ. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയാം. ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പടമാണ്. ഈ പടത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു 3 ട്രാക്കുകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, പിയാനോ ട്രാക്ക്. വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. പ്രത്യേകിച്ച് മ്യൂസിക്കിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് എന്താണ് നമ്മളിത് മറക്കില്ല ഈ പടം കണ്ടു കഴിഞ്ഞാൽ. ഈ നിക്കി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എഴുതി വെച്ചിട്ടുള്ളത് തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ്. ഒരു ആള് പിയാനോ വായിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇയാൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും അത് ഏതെല്ലാം നോട്ട്സിൽ കൂടിയാണ് അത് വായിക്കുന്നത്. എ ഷാർപ്പ്, എ ഫ്ലാറ്റ്, ബി ഫ്ലാറ്റ് എന്നൊക്കെ പറയില്ലേ, ബി ഷാർപ്പ് എന്നൊക്കെ പറയില്ലേ. ലൈക്ക് നമ്മുടെ ഒരു ഗിറ്റാറിന്റെ നോട്ട് പറയില്ല, അതുപോലെ തന്നെ പിയാനോയിൽ നോട്ട് ഉണ്ട്. അയാൾ എത്രത്തോളം ബ്രില്യൻ്റ് ആണെന്നുള്ള കാര്യം ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കാണിക്കുന്നുണ്ട്. പടത്തിന്റെ ക്ലൈമാക്സും മ്യൂസിക്കലി ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ശരിക്കും നല്ലൊരു ത്രില്ലർ പടമാണ്. പക്ഷെ വലിയ വെടിയും പോകുകയും ഒച്ചപ്പാടൊന്നും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ പടം റീവാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. വളരെ രസകരമായിട്ടുള്ള സിനിമയാണ്. സോ ഇതാണ് ട്യൂണർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പടം. നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കുക. എവിടെന്നെങ്കിലൊക്കെ കിട്ടും അത്, ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ അല്ലെ ടെലഗ്രാമിലോ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും. കണ്ടു നോക്കുക. സോ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.